പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുണ്ട്. എന്നിട്ട് യുവന്മാരുടെ മുമ്പിൽ എങ്ങനെ ഈ ഭൂതങ്ങളൊക്കെ പോയത് എനിക്ക് വായിച്ചപ്പോൾ ഉണ്ടായ ഒരു സംശയമാണ്. എടാ, ഈ അധർമ്മികളായ കള്ളന്മാർ ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് നമ്മളും ചിലപ്പോൾ പറയുമല്ലോ, ബ്രദറെ എന്തോ അവിടെ നടക്കുന്നത്, ആ ക്രൂസൈഡിനൊന്ന് പോകണം, ബ്രദറൊന്ന് പോകണം, പോയി ഒന്ന് കാണണം, ഭൂതങ്ങളൊക്കെ അലറി ഓടുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ പറയും, ഈ ആഫ്രിക്കയിൽ ഈ മലേറിയ ഒത്തിരി കൂടുതലാണ്. അപ്പം എല്ലാവരും എപ്പോഴും മലേറിയ അയക്കാം അസുഖമായിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലും. അപ്പോൾ ഡോക്ടർ അവിടെ ഇരിക്കുകയാണ്, കൈ നമ്മൾ പറയും, ഡോക്ടറെ കൈ വിറയ്ക്കുന്നു, പനിയുണ്ട്, ഛർദിലുമുണ്ട്. അതിപ്പോൾ മലേറിയ, എന്നാ ഈ മരുന്ന് കൊണ്ട് കൊടുക്കും. ആ മലേറിയയുടെ മരുന്ന് ഇയാളുടെ മേശപ്പുറത്ത് തന്നെ വെച്ചിരിക്കുക. കാര്യം മിക്കവാറും പേഷ്യൻസ് മലേറിയ പേഷ്യൻസാണ്. ഒരു ദിവസം ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ ആ ക്ലിനിക്കിലെ തൂപ്പുകാരൻ ഡോക്ടറുടെ കസേര കയറി അങ്ങ് ഇരുന്നു. അപ്പോൾ ഒരു മലേറിയ വിളിച്ചൊരുത്തം വന്നു, ഡോക്ടറെ കൈ വിറയ്ക്കുന്നു, ഛർദിലുണ്ട്, പനിയുണ്ട്. അതിപ്പോൾ മലേറിയ, അതിനെന്തോ സംശയം, എന്നാ ഈ മരുന്ന് കൊണ്ടുപോയി കഴിക്കും. ഈ മരുന്ന് കൊണ്ടുപോയി കഴിച്ചാൽ അയാളുടെ മലേറിയ പോകുമോ? പോകും. എന്നറിയാമോ? ഡോക്ടർ വ്യാജനാണെങ്കിലും മരുന്ന് ഒറിജിനലാണ്. അതുപോലെ ഇനി ഏതെങ്കിലും ഒരുത്തൻ അത്ഭുതം പ്രവർത്തിച്ചെന്നോ ഭൂതം പോയെന്നോ പ്രവചിച്ചതെല്ലാം അച്ചട്ടായെന്നോ പറഞ്ഞെന്നോ അയാളെ പുറകെ പോകരുത്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാര്യം ഒത്തിരി വ്യാജന്മാരിറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇത് ചിലപ്പോൾ നടന്നെന്നും ഇരിക്കും. ഹല്ലേലൂയ. കാര്യം മനുഷ്യനെ തെറ്റിക്കാൻ പിശാച് എന്ത് വേഷം വേണമെങ്കിലും കെട്ടും.